ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. പക്ഷേ ഒരു സ്മാർട്ട് ഫോണിൽ എന്തൊക്കെ കമ്പോണൻറ്റ്സ് ഉള്ളതെന്ന് നമ്മളെല്ലാവർക്കും അറിയണമെന്നില്ല. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ഫോണിൻ്റെ ഡിസ്പ്ലേ ആണ് നോക്കുന്നത്. ഈ ഡിസ്പ്ലേ യൂണിറ്റിൽ രണ്ട് കമ്പോണൻറ്റ്സ് ഉണ്ട്. അതായത് ഒരു LCD പാനൽ നമ്മൾ കാണുന്ന ആ ഡിസ്പ്ലേ കാണിക്കാൻ വേണ്ടി, അതുപോലെ ഒരു ടച്ച് സ്ക്രീൻ ഡിജിറ്റൈസർ ടച്ച് ഇൻപുട്ട് എടുക്കാൻ വേണ്ടിയാണത്. പിന്നെ ഉള്ളത് സിം കാർഡ് ട്രേ, സിം മെമ്മറി കാർഡ് അത് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി ഫോണിൻ്റെ മെയിൻ ബോർഡാണിത്. ഒരു കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് പ്രോസസ്സർ, മദർ ബോർഡ്, ഗ്രാഫിക്സ് കാർഡ് അതിൻ്റെ എല്ലാ കമ്പോണൻസിനും ഒറ്റ ഫങ്ഷൻ ഫോണിൻ്റെ ഈ ബോർഡാണ് ചെയ്യുന്നത്. ഫോണിൻ്റെ കാര്യത്തിൽ പ്രോസസ്സറെന്ന് നമ്മൾ പറയില്ല, ഒരു SoC ആണ്, സിസ്റ്റം ഓൺ എ ചിപ്പ്. അതായത് പ്രോസസ്സർ, ഗ്രാഫിക്സ് കാർഡിൻ്റെ GPU, പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ്സ്, നെറ്റ്വർക്കിംഗ്, വൈഫൈ, ബ്ലൂടൂത്ത് എല്ലാം ഒരൊറ്റ ചിപ്പിൽ തന്നെയാണ് വരുന്നത്. അതിനാണ് SoC എന്ന് പറയുന്നത്. ഫോണിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം സൈസ് ഭയങ്കര ചെറുതായിരിക്കണം, കമ്പ്യൂട്ടർ പോലെയല്ല. അപ്പോൾ ആ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു സൈസിൽ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ഡിസൈൻ യൂസ് ചെയ്യുന്നത് SoC. അതുപോലെ തന്നെ പവർ യൂസേജും ഭയങ്കര കുറവായിരിക്കും ഇങ്ങനെ ഒരു ഡിസൈൻ ചൂസ് ചെയ്യുന്ന കാരണം. ഈ ബോർഡിലേക്കാണ് ഒരുവിധം എല്ലാ കമ്പോണൻസും കണക്ട് ചെയ്തേക്കുന്നത്. അതിൽ ഫ്രണ്ട് ക്യാമറ നമുക്ക് കാണാം. ഫ്രണ്ട് ക്യാമറയുടെ ലെൻസ് മൂവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ അതിന് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും. ഇതിൻ്റെ കാര്യത്തിൽ അങ്ങനെ മൂവ് ചെയ്യുന്നില്ല, അപ്പോൾ അതില്ല. ഇനിയുള്ളത് സിം കാർഡും മെമ്മറി കാർഡും ഇൻസേർട്ട് ചെയ്യുന്ന സ്ലോട്ടാണ്. ഓക്കെ, ഈ സ്ലോട്ടിൻ്റെ ഉള്ളിൽ കണക്ടർ പിൻസിൽ സിമ്മിൻ്റെയും മൈക്രോ SD കാർഡിൻ്റെയും ആ കണക്ടർ പിൻസ് കറക്റ്റായിട്ട് അലൈൻ ചെയ്യുമ്പോഴാണ് അത് റീഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് മെറ്റൽ കേസിങ് കാണാം എല്ലാത്തിനും. ഒരു ഹീറ്റ് സിങ്ക് പോലെയും ആ പ്രോസസ്സർ ചിപ്പുകൾക്ക് പ്രൊട്ടക്ഷനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഫോണിൻ്റെ മെയിൻ ഫ്രെയിം. ഈ ഫ്രെയിമിലാണ് നമ്മൾ ഡിസ്പ്ലേയും ബോർഡുകളും എല്ലാം കണക്ട് ചെയ്യുന്നത്. ഇതിൽ ആ നടുക്കിൽ കൂടെ പോകുന്ന കണക്ടർ പിന്നാണ് മെയിൻ ബോർഡിനെയും താഴത്തെ ഭാഗത്തിനെയും കണക്ട് ചെയ്യുന്നത്. ഈ ബോർഡിൻ്റെ മോഡിൽ നമുക്ക് കാണാം ഇയർ പീസാണത്. ഇനി ഫോണിൻ്റെ താഴെ വരുന്ന ബോർഡാണിത്. ഇതിൽ USB പോർട്ട്, അതുപോലെ താഴത്തെ മെയിൻ മൈക്ക്, സ്പീക്കർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ബോർഡിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഈ കണക്ടർ കേബിൾ രണ്ട് ബോർഡുകളും കണക്ട് ചെയ്യുന്നതാണ്. അത് നെറ്റ്വർക്കിൻ്റെ ആൻറ്റീന കണക്ട് ചെയ്യാൻ വേണ്ടിയായിരിക്കും അത്. ഇനിയുള്ളത് പ്രൈമറി ക്യാമറയാണ്. ഇതിന് നോക്കിയാലും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ല, കാരണം ആ ലെൻസ് മൂവ് ചെയ്യുന്നില്ല. ഈ കമ്പോണൻറ്റ്സ് എല്ലാം ബോർഡിൽ കണക്ടർ പിൻസ് ഉണ്ടാവും. കണക്ടർ പിൻസിൽ ആണ് കണക്ട് ചെയ്യുന്നത്. അത് അതുപോലെ തന്നെ ഊരിയെടുക്കാനും കണക്ട് ചെയ്യാനും പറ്റും. ഇതാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ. ഇതും ക്യാമറ പോലെ തന്നെ കണക്ടർ പിൻസ് വഴിയാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഫോണിൻ്റെ ബാക്ക് പാനലിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു കണക്ടർ പിൻസ് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെറ്റൽ ഷീറ്റ് കാണാൻ പറ്റും. ആ സ്റ്റിക്കർ പോലെ ഇരിക്കുന്ന അതെല്ലാം നമുക്കറിയാം ബ്ലൂടൂത്ത്, വൈഫൈ അതിനെല്ലാം ആൻറ്റീന വേണം. ആൻറ്റീനയ്ക്ക് വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത്. ഇനി മുകളിലുള്ളൊരു കേസിങ് പോലെയാണിത്. ഇതിൽ നെറ്റ്വർക്ക് ആൻറ്റീനയാണുള്ളത്. ഇനി താഴത്തെ കേസിങ് നോക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി വലുതാണ്, കാരണം അതിൻ്റെ ഉള്ളിലാണ് അതിൽ മെയിൻ മൈക്രോഫോൺ, അതുപോലെ തന്നെ മെയിൻ സ്പീക്കർ കാര്യങ്ങളും. ഇതാണ് വൈബ്രേറ്റർ. ഫോണിൻ്റെ വൈബ്രേറ്റർ ഇതിലാണ് വരുന്നത്. ഇത് നോക്കിയാൽ മെയിൻ സ്പീക്കറും ഇതിൽ തന്നെ വരുന്നത്. അതാണ് ഫോണിൻ്റെ മെയിൻ സ്പീക്കർ. ഇനി ഇവിടെ നോക്കിയാൽ നമുക്കൊരു റെഡ് സ്റ്റിക്കർ കാണാം. അത് ഫോണിന് വാട്ടർ ഡാമേജ് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അത് റെഡായി അതിനർത്ഥം ഫോണിന് അത് വെള്ളം കയറിയിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ സർവീസ് സെൻ്ററുകളൊക്കെ ആണെങ്കിലും അത് നോക്കിയിട്ടാണ് ഫോൺ ശരിയാക്കുകയുള്ളൂ. ഇനി ഈ ബോഡി തന്നെയാണ് മെയിൻ മൈക്രോഫോൺ ഉള്ളത്. അത് കറക്റ്റ് ആ റെഡ് ഇത് കാണാം, ആ റെഡ് ഭാഗത്താണ് വരുന്നത്.
ഇനി ബാക്കിയുള്ളത് ഫോണിൻ്റെ ബാറ്ററിയാണ്. ഓക്കെ, സാധാ ഒരു പഴയ ഫോണുകളുടെ ബാറ്ററി അല്ല ഇപ്പോഴത്തെ ഫോണുകൾ യൂസ് ചെയ്യുന്നത്. ഈ ബാറ്ററിയുടെ ഉള്ളിൽ തന്നെ ഒരു ബോർഡ് ഉണ്ട്. അതിൻ്റെ വോൾട്ടേജ്, കറണ്ട് കാര്യങ്ങളെല്ലാം റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ഈ ഫോണിന് കറക്റ്റായിട്ടുള്ള അതേ കോൺഫിഗറേഷനിലുള്ള ബാറ്ററി തന്നെയാണെന്നും അറിയാൻ വേണ്ടിയും ആ ബോർഡാണ് യൂസ് ചെയ്യുന്നത്. ഡിസ്പ്ലേ ഇങ്ങനെ മെയിൻ ബോർഡിൽ കണക്ട് ചെയ്യണമെന്ന് നോക്കാം. ഈ കണക്ടർ പിൻസ് ആ കറക്റ്റ് പിന്നിൽ ഇൻസേർട്ട് ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഫോണിൻ്റെ മെയിൻ കമ്പോണൻസ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. അതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.